സ്റ്റാലിൻ സാർ, ന്യൂനപക്ഷ പദവി വീണ്ടും ചർച്ചയാവുകയാണ്. ന്യൂനപക്ഷ പദവി വീണ്ടും ചർച്ചയാവാൻ കാരണം ചിലരെങ്കിലും അതിന്യൂനപക്ഷ പദവി എന്ന ഒരു രീതിയിലേക്ക് കൂടി മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതുകൂടി വേണം എന്നുള്ളതിലേക്കാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവർ ന്യൂനപക്ഷ പദവി അർഹിക്കുന്നവരാണ്. നിലവിൽ ന്യൂനപക്ഷ ഭാഗത്തേക്ക് വയ്ക്കാമെങ്കിലും അവരാണോ ന്യൂനപക്ഷ പദവി യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർ, അല്ലെങ്കിൽ ആരാണ് ന്യൂനപക്ഷ പദവിയുടെ യഥാർത്ഥ അർഹത ആർക്കാണ്? ഈ ന്യൂനപക്ഷ പദവി എന്ന് പറയുന്നത് ഭരണഘടന ഉണ്ടാക്കി ഇപ്പോൾ കൊടുത്തൊരു ആനുകൂല്യമാണ്. അതായത് SC ST സംവരണം ഉണ്ടാക്കി അപ്പം ന്യൂനപക്ഷങ്ങൾക്ക് എന്തായാലും വേണമെന്നുള്ളതിന് പകരം സംവരണമോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം അന്ന് രാജ്യത്തിനില്ലായിരുന്നു. അതിന് ന്യൂനപക്ഷ പദവി എന്ന് പറഞ്ഞ ഒരു പദവി കൊടുത്തു. പക്ഷെ അത് വളരെയധികം ദുരുപയോഗപ്പെടുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ രണ്ടാമത്തെ പോപ്പുലേഷൻ ആയിട്ടുള്ള ജിഹാദി എന്ന് പറയുന്നത് ന്യൂനപക്ഷമല്ല, ശരിക്കും അവർ സെക്കൻഡ് മെജോറിറ്റിയാണ്. ജിഹാദി ന്യൂനപക്ഷമല്ല, സെക്കൻഡ് മെജോറിറ്റിയാണ്. പക്ഷെ അവർ കഴിഞ്ഞ 80 വർഷമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ക്രിസ്ത്യാനിക്കും സിഖിനും ബുദ്ധനും ജൈനനും പാഴ്സിക്കും ജൂതനും കൊടുക്കാതെ ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ മൊത്തം അവർ തന്നെ തിന്നുകയാണ് ചെയ്യുന്നത്. ഇതാണ് കഴിഞ്ഞ ന്യൂനപക്ഷ വകുപ്പിന്റെ പ്രത്യേകത. 80-20 കേസിൽ കേരള ഹൈക്കോടതി അത് കൃത്യമായിട്ട് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മറ്റുള്ളവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും കൂടെ ജിഹാദി തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് സംവരണമാണെങ്കിലും ജോലി ഇതാണെങ്കിലും അതുപോലെ എഡ്യൂക്കേഷൻ ആണെങ്കിലും മറ്റ് ട്രെയിനിങ് സെന്റർ ആണെങ്കിലും ന്യൂനപക്ഷത്തിന്റെ പേരിൽ വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരു സെറ്റ് ആൾക്കാർ തട്ടിക്കൊണ്ട് പോകുന്നു, ബാക്കിയുള്ളവർ നോക്കിയിരിക്കും. ഇതാണ് പ്രശ്നം. അപ്പൊ അതില് അതൃപ്തി ഉണ്ടായതുകൊണ്ടാണ് ക്രിസ്തീയ സഭകൾ മൈക്രോ മൈനോറിറ്റി വേണം, സ്റ്റാറ്റസ് വേണമെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു തെറ്റുണ്ട്. ആ തെറ്റുണ്ടാന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്നത് സിഖ്, ബുദ്ധൻ, ജൈനൻ, പാഴ്സി, ജൂ ഇവരാണ് മൈക്രോ മൈനോറിറ്റി. ക്രിസ്ത്യാനി മൈക്രോ മൈനോറിറ്റി അല്ല. കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനിയുടെ പോപ്പുലേഷൻ കുറയുന്നു എന്നുള്ള ഒരു സത്യമുണ്ട്. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ ക്രിസ്ത്യാനിയുടെ പോപ്പുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ഒരു കാരണവശാലും ഇപ്പോൾ മൈക്രോ മൈനോറിറ്റി അല്ല. ഇനി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, ഈ കഴിഞ്ഞ 12 വർഷമായിട്ടുള്ള BJP ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, ഈ മൈനോറിറ്റി സ്റ്റാറ്റസിന് ഒരു ഡെഫിനിഷൻ കൊണ്ടുവരേണ്ടതായിരുന്നു. 5% താഴെയുള്ളവരാണ് മൈനോറിറ്റി എന്ന് പറഞ്ഞൊരു ഒരു നിയമം കൊണ്ടുവരികയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് കൊണ്ടുവന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ലാപ്സാണ്. അവർ ആ ഒരു പരിപാടി ചെയ്തിരുന്നെങ്കിൽ ഇനി പ്രശ്നം വരില്ലായിരുന്നു. അവരെന്തോ അതുപോലെ തന്നെ ഈ 1947 ഡിവിഷൻ പ്രകാരം ജിഹാദികൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസോ സ്പെഷ്യൽ പ്രിവിലേജസോ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അനധികൃതമായിട്ട് കോൺഗ്രസും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കൊടുത്തതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.